സ്വരാജ് എന്ന വ്യക്തി പോത്തലുകാരനാണ്. അവര് നമ്മളിവിടെ പ്രളയമൊന്നും കാലഘട്ടങ്ങളൊന്നും വന്നിട്ടില്ലല്ലേ. അല്ല, അൻവർ ഒരു വേസ്റ്റല്ലേ? വെറുതെ രണ്ടു കൂട്ടർക്കും ഇല്ലാത്തൊരു കോലത്തിൽ കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തി അൻവറിന്റെ പ്രവൃത്തി സ്വരാജിനെ അൻപൂർക്കാർ തള്ളിക്കളി. എന്തുകൊണ്ടാണ്? കാരണം സ്വരാജ് നാട്ടുകാരനല്ല. കുറെ ആളുകൾക്ക് അറിയണ്ടേ ഇങ്ങനെ ഒരാളുണ്ടെന്നുണ്ട്. ഇപ്പൊ ഉൾഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ അറിയുന്ന ആളുകളുണ്ടോ? ഇല്ലാന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാല് ഈ നാട്ടുകാരാന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ കാണണ്ടേ. വേറൊരു കാര്യം പറയാനുള്ള വെച്ചാല് ഇവിടെ എന്താ നടക്കുന്നത്? ജീവിക്കാനുള്ള മാർഗം ഉണ്ടോ? യുവാക്കളെ ഏറ്റെടുക്കും. എന്തുകൊണ്ടാണ് യുവാക്കളെ ഏറ്റെടുക്കുന്നു? യൗവനാണ്, അവന് കഴിവുണ്ട്. സ്വരാജ് ഈ നാട്ടുകാരനാണ്, പക്ഷെ നാട്ടുകാർക്ക് അറിയില്ല. അതറിയില്ല എന്ന് എല്ലാവർക്കും അറിയില്ല എന്നല്ല, കാരണം നാട്ടുകാരെന്നുള്ളവർക്ക് ഒരു പൊതുപ്രവർത്തനം ഇവിടെ അല്ല. പക്ഷേ സ്റ്റേറ്റ് ലെവലിലും അറിയപ്പെട്ട പ്രവർത്തകനാണ്, സംസാരത്തിലും മാന്യനുമാണ്. സ്വരാജ് ഇവിടെ തോൽക്കും. സ്വരാജ് കരകയറുമെന്ന് ഞാൻ ചോദ്യം. അതില്ല. പുതിയൊരു മുന്നണി SDP പോലത്തെ പ്രസ്ഥാനങ്ങളാണ് ഈ രാജ്യത്തും ഈ സമൂഹത്തിനും മുന്നോട്ട് കയറി വരുന്നത്. തീർച്ചയായിട്ടും ഏറ്റെടുക്കും. കാരണം സ്വരാജ് ഇവിടെ ചെറുപ്പം പോലെ എല്ലാവർക്കും അറിയുന്ന ആളാണ്. തള്ളിക്കളയും. എന്തുകൊണ്ടാ? അത്രയും മോശമായിരുന്നു. 9 വർഷത്തെ ഭരണം അത്രയും മോശമായിരുന്നു. ഉറപ്പായിട്ടും ഏറ്റെടുക്കും. എന്തുകൊണ്ടാ? അത്രയും വിഷണറി ആയിട്ടുള്ള, രാഷ്ട്രീയപരമായി അത്രയും കാമ്പുള്ള ഒരു മനുഷ്യൻ. ഭരണ മികവ് കൊണ്ടാണെങ്കിൽ സ്വരാജ് തോൽക്കാനാണ് ഇവിടെ സാധ്യത. എങ്ങനെ ഏറ്റെടുക്കുക? കാരണം സ്വരാജ് കാരണം എങ്ങനെ നമ്മൾ അറിയപ്പെടുന്നു? ഇപ്പോഴാണ് ഈ പാർട്ടി ഇതിൽ വന്നോണ്ടല്ല, മറ്റേ മീഡിയയിലും പിന്നെ ഇതിലൊക്കെ അല്ലേ സ്വരാജിനെ അറിയുള്ളൂ. അപ്പോ ഈ മുൻപ് പറഞ്ഞൊക്കെ മായ്ച്ചു. അത് പ്രശ്നമല്ല, അത് രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് മുസ്ലിം ലീഗുകാർക്കുണ്ട്, അതിന്റെ അണികൾക്കുണ്ട്. കാരണം ആര്യാടനത് പറഞ്ഞിട്ട് 6 പ്രാവശ്യമെങ്കിലും ആര്യാടൻ ഒന്ന് ജയിച്ചു പോയി. ആ പെൻഷൻ ഇടതുപക്ഷം തരുന്നതല്ലേ? ഇടതുപക്ഷം തരുന്നതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇടതുപക്ഷം ഈ ഇടതുപക്ഷം തരികയാണെങ്കിൽ അത് മാസം കിട്ടണ്ടേ? എന്നാലല്ലേ മരുന്ന് വാങ്ങാൻ. ഇതൊരു ഇലക്ഷൻ വരുന്ന തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒന്നായിട്ട് കൊടുക്കുക എന്നുള്ളത് ശരിയാണ്. അതാണ് കൈക്കൂലി എന്ന് പറഞ്ഞത്. ഒറ്റ മലയാളത്തിൽ പറയാം, അത് കൈക്കൂലിയാ. നമസ്കാരം. PV അൻവറിന്റെ MLA സ്ഥാനം രാജിവെച്ചതോടുകൂടിയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സ്വരാജിനെ വീണ്ടും ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. സ്വരാജിനെ നിലമ്പൂർ മണ്ഡലം തള്ളിക്കളയുമോ അതോ ഏറ്റെടുക്കുമോ എന്ന ചോദ്യമാണ് ഇവിടുത്തെ ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. ഇനി അവരുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. സ്വരാജിനെ നിലമ്പൂർക്കാർ ഏറ്റെടുക്കോ തള്ളിക്കളയോ എന്ന എന്റെ ചോദ്യം. സ്വരാജിനെ നിലമ്പൂർക്കാർ തള്ളിക്കളി. എന്തുകൊണ്ടാണ്? കാരണം സ്വരാജ് നാട്ടുകാരനല്ല. മനസ്സിലായോ? അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. സ്വരാജ് ഇവിടെ തൊട്ടടുത്തുള്ള ആൾ തന്നെയല്ലേ? തൊട്ടടുത്തുള്ള ആൾ തന്നെ കുറെ കാലങ്ങളായിട്ട് ഇവിടെ അല്ല. അത് കാരണം ഒരു മെയിൻ കാരണം തന്നെ ജനങ്ങളുടെ ഇടയിൽ. അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ? എന്താണ് അതൊരു മെയിൻ കാരണം? അതായത് ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ കുറെ അറിയപ്പെടുന്ന ആൾ വേണ്ടേ? കുറെ ആളുകൾക്ക് അറിയണ്ടേ ഇങ്ങനെ ഒരാളുണ്ടെന്നുണ്ട്. ഇപ്പൊ ഉൾഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ അറിയുന്ന ആളുകളുണ്ടോ? ഇല്ലാന്നാണ് എന്റെ അഭിപ്രായം. PV അൻവറിന്റെ ഈ സ്ഥാനാർത്ഥിത്വം ശരിക്കും ഇടതുപക്ഷം ശരിക്കും കുറച്ചുകൂടെ ഒന്ന് ഉജ്ജ്വലമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കാരണമൊന്നും കാണുന്നില്ല. ഇടതുപക്ഷത്തിന് വാങ്ങാൻ പറയുന്നില്ല. അൻവർ ഒരു വേസ്റ്റല്ലേ? വെറുതെ രണ്ടു കൂട്ടർക്കും ഇല്ലാത്തൊരു കോലത്തിൽ കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തി അൻവറിന്റെ പ്രവൃത്തി അല്ലേ? ചോദിക്കാം. എനിക്കറിയില്ല, നിങ്ങൾ പറയണം. ആർക്കും ഇല്ല. അവിടുന്ന് പോകും വോട്ട്, ഇവിടുന്ന് പോകും. UDF കുറെ കുറെ വോട്ട്, LDF കുറെ വോട്ടുകൾ പോകും. അതാണ് ഉണ്ടാവുക. ആർക്കാ ലാഭം? ലാഭം രണ്ടു കൂട്ടർക്കും ഒരുപോലെ ആയിരിക്കും എന്റെ അഭിപ്രായത്തിൽ. എന്റെ പൂർണ്ണമായ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. രണ്ടു സ്വരാജ് ജയിപ്പിക്കുമെന്ന് ചോദിച്ചാല് സ്വരാജ് ഈ നാട്ടുകാരാന്ന് പറയണ്ട്. ഈ നാട്ടുകാരാന്ന് പറയണ്ട്. പക്ഷെ ഉള്ള വിഷയം എന്താ വെച്ചാല് ഈ നാട്ടിലെ ഒരു കല്യാണത്തിലോ ഒരു മരണം വീട്ടിലോ ഓനെ ഞങ്ങൾ ആരും കണ്ടുപോലില്ല. അപ്പോൾ ഓനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടമ. അതുകൊണ്ട് അങ്ങനെ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള, തോൽപ്പിക്കാനുള്ള കടമയാണ്. അത് കടമ തന്നെയാണ്. എന്തുകൊണ്ടാണ് തോൽപ്പിക്കുന്നത്? കാരണം എന്താ വെച്ചാല് ഈ നാട്ടുകാരാന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ കാണണ്ടേ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാല് ഇവിടെ എന്താ നടക്കുന്നത്? ജീവിക്കാനുള്ള മാർഗം ഉണ്ടോ? സമസ്ത മേഖല തകർന്ന് കിടക്കുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാ 750 കോടി ഉറുപ്പ്യ ചൂരൽമലയിൽ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കിട്ടിയെന്ന് പറഞ്ഞു. നിയമസഭയിൽ പറഞ്ഞ കണക്കാണ്, ഞങ്ങൾ പറഞ്ഞ കണക്കല്ല, ഞാൻ പറഞ്ഞ കണക്കല്ല. 500 വീടുകളാണ് നഷ്ടപ്പെട്ടത്. ഒരു വീടിന് 1 കോടി ഉറുപ്പ്യ കൊടുത്താലും 750 കോടി ഉറുപ്പ്യ ബാക്കിയല്ല. അവിടെ ഒരു വീട് അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഇവർ മറുപടി ഇവിടെ പറയേണ്ടി വരുമ്പോൾ പറയിപ്പിക്കുന്നതാണ്. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഓരെ കൊണ്ട് മറുപടി ഞങ്ങൾ പറയിപ്പിക്കും. ഓരോ വീട്ടുകാരും അമ്മമാർ കാത്തിരിക്കുക, വീട്ടിൽ ഇറങ്ങി നോക്കണം വേറെ ആരാണെങ്കിൽ. ജീവിക്കാൻ കഷ്ടപ്പാടുണ്ടോ? ഇപ്പോൾ എല്ലാവർക്കും കഷ്ടപ്പാട് തന്നെയാണ്. എന്താണ്
ജീവിക്കാൻ എന്താ ഏത് വീട്ടിലാണ് അവർ ജോലിയുള്ളത്? സമസ്ത മേഖലയും തകർന്നു കിടക്കുക. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങൾക്ക് എത്ര വയസ്സായി? 78 വയസ്സായി. 78 വയസ്സിന് ശേഷം നിങ്ങൾ വലിയ ദുരിതത്തിലാണോ ഇപ്പൊ നിൽക്കുന്നത്? ഞാൻ ദുരിതത്തിൽ നിൽക്കുന്നത്. 1600 രൂപ പെൻഷൻ ഉണ്ട്. അതന്നെ നമ്മളെ ജീവിതം, വേറെ ഒന്നുമില്ല. ആ പെൻഷൻ ഇടതുപക്ഷം തരുന്നതല്ലേ? 7 വർഷം തരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. 7 വർഷം തരുന്നത് ഈ 7 വർഷം തരികയാണെങ്കിൽ അത് മാസം കിട്ടണ്ടേ? എന്നാലല്ലേ മരുന്ന് വാങ്ങാൻ. ഇതൊരു ഇലക്ഷൻ വരുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒന്നായിട്ട് കൊടുക്കുക എന്നുള്ളത് ശരിയാണ്. അതാണ് കൈക്കൂലി എന്ന് പറഞ്ഞത്. ഒറ്റ മലയാളത്തിൽ പറയാം, അത് കൈക്കൂലിയാ ആണ് ആ ഭാഷയിൽ. ഇതുകൊണ്ട് കൈക്കൂലി എന്ന് പറയുന്നത് കൈക്കൂലി ആ സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്താണ് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി അപ്പോൾ തന്നെ മുന്നറിയിപ്പ് വരാം. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അടുത്ത ബഡ്ജറ്റിൽ 10-200 രൂപ കൂട്ടും. അപ്പോൾ 2-3 മാസം ഒന്നായിട്ട് കൊടുക്കും. ഇതൊന്നും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട്. സ്വരാജ് ഈ നാട്ടുകാരനാണ്, പക്ഷേ ഈ നാട്ടുകാർക്ക് അറിയില്ല. അതറിയില്ല എന്ന് എല്ലാവർക്കും അറിയില്ല എന്നല്ല, കാരണം നാട്ടുകാരെന്നുള്ളവർക്ക് ഒരു പൊതുപ്രവർത്തനം ഇവിടെ അല്ല. പക്ഷേ സ്റ്റേറ്റ് ലെവലിലും അറിയപ്പെടുന്ന പ്രവർത്തകനാണ്, സംസാരത്തിലും മാന്യനുമാണ്. പക്ഷേ ഇവിടെ UDF ശക്തമായ കേന്ദ്രം. പിന്നെ വേറെ കാര്യം, 2 പ്രാവശ്യം LDF വെച്ചു. ചക്ക മുറിച്ച മാതിരിയാണ് അന്ന് കോൺഗ്രസ് വളർന്നു നിൽക്കുക. ഒരു വർഷം പ്രകാശിൻ്റെ കൂടെ, ഒരു വർഷം സൗഖ്യത്തിൻ്റെ കൂടെ. അത് ഒരു വർഷം പിന്നെ ഒരു പ്രാവശ്യം സൗഖ്യത്തിനെ തോൽപ്പിച്ചു, അടുത്ത ടീം തിരിച്ചും മറിച്ചും ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഈ ചക്ക മുറിച്ച മാതിരി രണ്ടായിട്ടാണ് അന്ന് കോൺഗ്രസ് UDF നിന്നത്. അതായത് സ്വരാജിന് മോശമല്ല, അതിശക്തമായ മണ്ഡലമാണ് UDF ആണ്. തീർച്ചയായും ചക്ക മുറിച്ച പോലെ നിന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷയം എടുത്തിടേണ്ടതുണ്ട്. മുസ്ലിം ലീഗിനെതിരെ, അതായത് പാണക്കാട് തങ്ങൾ കുടുംബത്തിനെതിരെ വലിയ രീതിയിലേക്ക് ആക്ഷേപം നടത്തിയ ഒരു വ്യക്തിയാണ് ഷൗക്കത്ത്. ആ ഒരു പാണക്കാട് വരെ റെയ്ഡ് ചെയ്യണം എന്ന് പറയുന്ന രീതിയിലേക്ക് കുറച്ച് മുസ്ലിം ലീഗിന്റെ ആളുകൾ മാറി നിൽക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം. അതിൽ പറഞ്ഞത് മുസ്ലിം ലീഗ് രാഷ്ട്രീയം എങ്ങനെയാണ്? കോൺഗ്രസ് രാഷ്ട്രീയം മലപ്പുറം ജില്ലയിൽ ആര്യാടന്റെ വളർച്ച മുസ്ലിം ലീഗിനെ എതിർത്താലേ ഉള്ളൂ. അത് രാഷ്ട്രീയമായിട്ട് കാണാനുള്ളൊരു മെന്റാലിറ്റി ഇവിടുത്തെ മുസ്ലിം ലീഗുകാർക്കുണ്ട്. ഇലക്ഷന് മുന്നേ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഫൈറ്റാറാണൊക്കെ വെച്ചാൽ കോൺഗ്രസ് ലീഗാണ്. ഇലക്ഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആര്യാടന് വേണ്ടി പ്രവർത്തിക്കൽ ഇവിടുത്തെ ലീഗുകാർ, മുസ്ലിം ലീഗുകാർ. അപ്പോൾ ഈ മുൻപ് പറഞ്ഞൊക്കെ മായ്ച്ചു പോകും. അത് പ്രശ്നമല്ല, അത് രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് മുസ്ലിം ലീഗുകാർക്കുണ്ട്, അതിൻ്റെ അണികൾക്കുണ്ട്. കാരണം ആര്യാടൻ അത് പറഞ്ഞിട്ട് ഒരു 6 പ്രാവശ്യമെങ്കിലും ആര്യാടൻ ഒന്ന് ജയിച്ചു പോയി. തിരിച്ച് പിന്നെ പാകിസ്ഥാൻകാരനാണ് സുലൈമാൻ സോട്ടൂന്ന് പറഞ്ഞ കാലത്ത് തിരിച്ച ആര്യാടൻ നമ്രൂദാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ആര്യാടന പിന്നെ സുലൈമാൻ സോട്ടൂന് വേണ്ടി വർക്ക് ചെയ്യൽ പ്രവർത്തിക്കലും ആര്യാടനാണ്. അത് തിരിച്ച് സുലൈമാൻ സോട്ടും അങ്ങനെ തുടർന്ന് പോരുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏത് ഇലക്ഷൻ നടന്നാലും ഇലക്ഷന് മുമ്പ് ഭയങ്കര ഫൈറ്റ് ആയിരിക്കും. ഇലക്ഷനിൽ 2 പാർട്ടികളും, ചില അണികളൊക്കെ അത് എന്നും കോൺഗ്രസിലെ പ്രശ്നമാണല്ലേ ഗ്രൂപ്പ്സ്, അത് വേറെ എന്തെങ്കിലും പ്രശ്നം. എന്നും ഇത്രയൊക്കെ കോൺഗ്രസ് ലീഗിന് പാടുമെന്ന് പറഞ്ഞാലും സുലൈമാൻ സേട്ടൂനായിരുന്നു ഏറ്റവും കൂടുതൽ ലീഡ്. 2000-2000 വോട്ട് ആര്യാടന് കിട്ടുന്നതിലും കൂടുതൽ സുലൈമാൻ സേട്ടൂന്. അത് ഇത്രയും വോട്ട് ചരിത്രം. അപ്പൊ എന്താ പറഞ്ഞത്, അന്നേ സുലൈമാൻ സേട്ട് പാകിസ്ഥാൻ ചാരനാന്നും പറഞ്ഞിട്ടുണ്ട്, പാണക്കാട് തങ്ങള് ആത്മീയ നേതാവ് അല്ലാന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഇലക്ഷൻ വരുമ്പോൾ അതാരും കണക്കിലെടുക്കില്ല. വലിയ രീതിയിലേക്കുള്ള പ്രതീക്ഷയിലാണ് ശരിക്കും സ്വരാജ് ഇവിടെ മത്സരിക്കുന്നത്. സ്വരാജിനെ ഏറ്റെടുക്കുമോ നിലമ്പൂരുകാരൻ? ഉറപ്പായിട്ടും ഏറ്റെടുക്കും. എന്തുകൊണ്ടാണ്? അത്രയും വിഷണറി ആയിട്ടുള്ള, രാഷ്ട്രീയപരമായി അത്രയും കാമ്പുള്ള ഒരു മനുഷ്യൻ നമ്മളെ പ്രതിനിധീകരിച്ച് അവിടെ ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ജയിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാർ പറയുന്ന ഒരു സംഭവമുണ്ട്, അതായത് സ്വരാജിനെ മുൻപ് കണ്ടിട്ടില്ല, സ്വരാജ് ഇപ്പൊ മത്സരിക്കാൻ വേണ്ടി വന്നു എന്നുള്ള രീതിയിലേക്കാണ്. അതിനെന്താണ് മറുപടി? ഇല്ല, പുള്ളി ഈ നാട്ടുകാരൻ തന്നെയാണ്. പിന്നെ ഒന്നുള്ളത്, പുള്ളിയുടെ പ്രവർത്തന മണ്ഡലം കുറച്ചു കാലം എറണാകുളത്തായിരുന്നു, നമുക്കറിയാം. അതുകൊണ്ടുള്ള ഒരു ഇതേ ഉള്ളൂ, അല്ലാണ്ട് അത്തരം ഇതില്ല. ജയിക്കാൻ സാധ്യത ഉറപ്പായിട്ടും ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഉറപ്പ് പറയുന്നത്? ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അദ്ദേഹം അത്രയും പൊളിറ്റിക്കലി അത്രയും കാമ്പുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം നിയമസഭയിൽ നമ്മുടെ മണ്ഡലത്തിലെ പ്രതിനിധിയായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്. PV അൻവറിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഈ ഒരു 9 വർഷക്കാലം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചു എന്നുള്ള നിലയ്ക്ക് നമുക്ക് വലിയ ബഹുമാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഈ ഇടയായിട്ട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള കുറച്ച് രാഷ്ട്രീയ നിലപാടുകളും അത്തരം ചില പ്രസ്താവനകളും ഒക്കെ നമുക്ക് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. യുവാക്കളെ ഏറ്റെടുക്കും. എന്തുകൊണ്ടാണ് യുവാക്കളെ ഏറ്റെടുക്കും? യൗവനാണ്, അവന് കഴിവുണ്ട്. അതിലുപരി ആര്യാടൻ ഷൗക്കത്തിന് അതിലേറെ കഴിവുണ്ട് കേട്ടോ. അപ്പോ സ്വരാജിനെ ഏറ്റെടുക്കും എന്ന് പറയുന്നത് യുവാക്കൾക്ക് പ്രത്യേകത വരുന്നുണ്ട്. യുവാക്കൾക്ക് ഒരു കഴിവുണ്ട്. യുവാക്കൾക്ക് അതാണ് സ്വരാജിനെ ഏറ്റെടുക്കും എന്ന് പറയുന്നത്. ഉറപ്പാണോ? തള്ളിക്കളയില്ല. ഇല്ല. അപ്പൊ ആര് ജയിക്കും ഇവിടെ?
ഷൗക്കത്ത് ജയിക്കുള്ളൂ. യുവാക്കൾ ഏറ്റെടുക്കുന്നത് ഷൗക്കത്ത് ജയിക്കുള്ളൂ. ഷൗക്കത്തിന് ജനപ്രീതി ഉണ്ട്. അപ്പോ യുവാക്കളുടെ പ്രീതി ആർക്കുണ്ട്? യുവാക്കളുടെ പ്രീതി സ്വരാജിനാണ്. സ്വരാജിനുണ്ട്. അപ്പൊ ആര് ജയിക്കും? ഷൗക്കത്ത് ജയിക്കുള്ളൂ. ഉറപ്പാണ്. ഭരണവിരുദ്ധ വികാരം നല്ലോണം ഈ രാജ്യത്തുണ്ട്. നമുക്കറിയാം അൻവർ രാജിവെക്കാണ്ടായ കാരണവും ഭരണകൂടത്തിലെ ഫാസിസ്റ്റ് കൂട്ടുകെട്ട് നെക്സസിന്റെ അൻവർ രാജിവെച്ച്. ഇതേ അൻവറും ഇതേ ഇടതുവശവും ഇതേ വലതുവശവും ഈ അൻവർ ഉയർത്തിയ വിഷയങ്ങൾ വലതുവശമായാലും ഇടതുവശം അത് വരെ ഹൈലൈറ്റ് ചെയ്ത് ജനങ്ങളെ മുന്നേ അവതരിപ്പിച്ചിട്ടില്ല. രാഷ്ട്രീയം പറഞ്ഞൊന്നും ആരും കൂട്ടി പിടിക്കുന്നില്ല. അവിടെ വേറൊരു മുന്നണി, പുതിയൊരു മുന്നണി SDP പോലത്തെ പ്രസ്ഥാനങ്ങളാണ് ഈ രാജ്യത്തും ഈ സമൂഹത്തിനും മുന്നോട്ട് കയറി വരേണ്ടത്. അതാണ് നമുക്കുള്ള അഭിപ്രായം. SDP-ന്റെ സ്ഥാനാർത്ഥിക്കാണ് നിങ്ങളുടെ വോട്ട് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെ ഒരു നല്ലൊരു വിഭാഗം ജനത ഈ രാജ്യത്തെ ഈ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ആ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിന് എതിരായിട്ട് ഇന്ന് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരേ ഒരു പാർട്ടി SDP എന്ന പാർട്ടി മാത്രമാണ്. SDP 100% അവിടെ ജയിക്കുമെന്ന് പറയാൻ കഴിയും. SDP 100% ജയിക്കുന്നില്ല SDP-ന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. കാരണം അടിത്തട്ടിലെ ജനങ്ങളുടെ ഇടയിൽ നല്ല പ്രവർത്തനങ്ങൾ SDP-യുടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആവേശം SDP-യുടെ പ്രവർത്തകർക്കും നാട്ടിലും അത് പ്രത്യേകം എടുത്തു കാണിക്കുന്ന ഒരു വിഷയം കൂടി ഉണ്ട് ഇതിലുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് സ്വരാജ് ഇവിടെ മത്സരിക്കുന്നത് അല്ലേ? സ്വരാജ് ഇവിടെ ശരിക്കും ജയിക്കുമോ അതോ നിലമ്പൂരുകാർ തോൽപ്പിക്കോ കയറ്റിവിടുമോ എന്നെ ചോദ്യം. സ്വരാജ് ഇവിടെ തോൽക്കും. ഇവിടെ ആര്യാടൻ സുഖത്ത് കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പഞ്ചായത്തായ കാലത്ത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും വന്ന് എല്ലാവരും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ജയിക്കും. അതായത് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ആര്യാടൻ സുഖത്തിന് 20,000 വോട്ടിലേക്കും നിലമ്പൂർ മണ്ഡലത്തിൽ. സ്വരാജ് ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലേ? പുതിയൊരു മുഖമാണ്, ഇവിടുത്തുകാരനാണ്, പക്ഷെ പുതിയൊരു മുഖം. എങ്ങനെയാണ് സ്വരാജ് കരകയറുമെന്ന് എന്റെ ചോദ്യം. അങ്ങോട്ട് നോക്കാം. ഷൗക്കത്ത് ജയിക്കും. ഷൗക്കത്ത് ജയിക്കും. സ്വരാജ് കരകയറുമെന്ന് ഞാൻ ചോദ്യം. അതില്ല. പിന്നെ ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വരാജ് കരകയറൂലല്ലോ. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? ആര് ജയിക്കുന്നു? എന്റെ അഭിപ്രായം ഷൗക്കത്ത് ജയിക്കും. ആണ്. സ്വരാജ് ജയിക്കൂല. ഉറപ്പാണ്. എന്റെ അഭിപ്രായം ഇവിടെ സ്വരാജ് ഈ പ്രാവശ്യം തോറ്റിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പൊ ഈ 9 വർഷത്തെ പിണറായിന്റെ ഭരണത്തിന്റെ മോശം കൊണ്ട് തന്നെ പരമാവധി ഇപ്പം തന്നെ ഇവിടെ ഇന്നലെ ഇവിടെ കറണ്ട് പിടിച്ച് കുട്ടി മരിച്ചു. അതും ഇന്നത്തെ വനമന്ത്രി ഒരു ഗൂഢാചലന്റെ ആരോപണം നിശ്ചയിച്ചു. അതിന്റെ പേരിൽ തന്നെ ഇപ്പോൾ 10,000 വോട്ട് മണ്ഡലത്തിൽ നിന്ന് സ്വരാജിന് കുറഞ്ഞു. കാരണം ഒരു ഇഷ്യൂ വരുമ്പോൾ അതും ഗൂഢാലോചനയാണ്. വനമന്ത്രി എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ലല്ലോ. സ്വരാജ് ജയിക്കില്ല. സ്വരാജ് ജയിക്കില്ല. തീർച്ചയായിട്ടും ഏറ്റെടുക്കും. കാരണം സ്വരാജ് ഇവിടെ ചെറുപ്പം പോലെ എല്ലാവർക്കും അറിയുന്ന ആളാണ്. പിന്നെ പിണറായി വിജയൻ വലത് സൈഡിലും ഇടത് സൈഡിലും കൊടിയേരി കൈവിടച്ച് വളർത്തിക്കൊടുന്ന ഒരു നേതാവാണ്. പിന്നെ ഈ താൽക്കാലിക ഒരു MLA മാത്രമായിരിക്കില്ല സ്വരാജ്. നമ്മൾ സ്വരാജിൽ കാണേണ്ട ഒരു കാര്യം, ചെറുപ്പം മുതലേ ഇപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ വരെ ചെറുപ്പം മുതലേ ഞാനൊക്കെ 5ാം ക്ലാസ്സിൽ നോക്കുമ്പോൾ നമ്മൾ കണ്ടു വളർന്ന നേതാവാണ്. കാരണം അന്ന് സമരത്തിൽ മുന്നിട്ടിറങ്ങി പ്രിൻസിപ്പൾ വന്ന് ഓടിക്കുമ്പോൾ പേടിച്ചു പോണ കുറച്ച് ആൾക്കാർ ബാക്കിലുണ്ടാവും. സ്വരാജ് ആ സമയത്ത് കൊടി പിടിച്ച് ഇൻക്ലാബ് സിന്ദാബ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചോരത്തളപ്പുണ്ടല്ലോ, അത് ഇവിടുത്തെ സഹാക്കക്കുണ്ട്. ഇവിടെ അതുപോലെ രാഷ്ട്രീയപരമായ അല്ലാത്തതിനെ ജനങ്ങൾ ചിന്തിച്ചിട്ട് സ്വരാജിന് വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം സ്വരാജ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ സംസ്ഥാന പാർട്ടി മെമ്പറാണ്. പിന്നെ DYFന്റെ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു അതുകൊണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന തീർച്ചയായും ജനങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മോശക്കാരെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഒരു ഇലക്ഷൻ ഒരു കട്ട മത്സരമായിരിക്കും. ചെറിയ ഭൂരിപക്ഷത്തിൽ ആരും ജയിക്കുക. സ്വരാജ് ഞാൻ പറഞ്ഞില്ല, സ്വരാജ് എന്ന് പറഞ്ഞാൽ ഭാവി ഒരു മന്ത്രിയാണ് നിലമ്പൂരിന്. അത് ജനങ്ങൾ മനസ്സിലാക്കും. ഓൾറെഡി വികസനം ഉള്ളതാണ്. ആ വികസനം ഒന്നും കൂടെ കൂടുതൽ നല്ല രീതിയിൽ കേരളത്തിൽ സ്വരാജിലൂടെ കിട്ടും. സ്വരാജിനെ കൈവിടില്ല, പ്രത്യേകിച്ച് യുവാക്കൾ. വലിയ രീതിയിലേക്കുള്ള പ്രതീക്ഷയിലാണ് സ്വരാജ് ഇവിടെ മത്സരിക്കുന്നത് അല്ലേ? ആണല്ലേ? സ്വരാജിനെ ഏറ്റെടുക്കോ തള്ളിക്കളയോ എന്നെ ചോദ്യം. തള്ളിക്കളയും. എന്തുകൊണ്ടാ? അത്രയും മോശമായിരുന്നു. 9 വർഷത്തെ ഭരണം അത്രയും മോശമായിരുന്നു. എന്താണ് മോശം? ഇനി എന്താ മോശം വരാൻ? എല്ലാ നിരക്കുള്ള വിലക്കയറ്റം, എല്ലാ നികുതികളും, ഈ അതിൽ വരാത്തവർ നികുതികളും ഇനി ബാക്കി. മനുഷ്യന്റെ മേത്ത് ധാരാളം ഭാരം വലിച്ചിട്ടിരിക്കാം, താങ്ങാവുന്നതിലധികം. സ്വരാജിനെ ഏറ്റെടുക്കില്ല നിങ്ങൾ പറഞ്ഞ കാര്യമായിട്ട് അതന്നെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലേ എല്ലാ മേഖലയും തകർന്നു. ഇപ്പൊ കച്ചവടമാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത മറ്റെല്ലാ മേഖലകളും തകർന്നു. സർക്കാരിൻ്റെ അടുത്തൊരു പൈസയും ചെലവഴിക്കാനില്ല.
അത്ര മോശത്തിലാണ്. അതുകൊണ്ടാണ്, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് പാർട്ടിയൊന്നും ഉണ്ടായിട്ടില്ല. 9 വർഷം ഭരണം വന്നു, പക്ഷെ അത് വളരെ മോശത്തിലായി. വലിയ പ്രതീക്ഷയോടെയാണ് ശരിക്കും സ്വരാജ് നിലമ്പൂർ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നത്. എന്തായിരിക്കും അവസ്ഥ? ജയിപ്പിക്കോ തോൽപ്പിക്കോ എന്നാ? ഞങ്ങളെ അഭിപ്രായം സ്വരാജ് ജയിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ എടക്കര പഞ്ചായത്തിനെ വെച്ച് നോക്കിയാൽ ആര്യാട് സൗഖ്യത്തിലാണ് മുൻതൂക്കം. താങ്കളുടെ അഭിപ്രായം ടോട്ടലാ ചോദിക്കും? ടോട്ടലായിട്ട് തന്നെ. പിന്നെ അൻവറിന് പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ അൻവറിന് കുറച്ച് വോട്ട് പിടിക്കും, അതുകൊണ്ട് അവരെ ഭൂരിപക്ഷം കുറയും, അല്ല മറ്റു പ്രതീക്ഷയൊന്നുമില്ല. ടോട്ടൽ ആരിവിടെ ജയിക്കാനാ സാധ്യത? സ്വരാജിനെ ജയിപ്പിക്കോ എന്നാ എന്റെ ചോദ്യം. സ്വരാജ് മാത്രമല്ല, ഷൗക്കത്തും സ്വരാജുമാണ് പ്രധാന മത്സരക്കാർ. അതിലൊരാൾ തെരഞ്ഞെടുക്കപ്പെടും. അതിന് മുൻപായിട്ട് കാണുന്ന ആളാരാ? എൻ്റെ ഒരു ജനാധിപത്യ വിശ്വാസപ്രകാരം ഷൗക്കത്താണ്. ഭരണ മികവ് കൊണ്ടാണെങ്കിൽ സ്വരാജ് തോൽക്കാനാണ് ഇവിടെ സാധ്യത. നിലമ്പൂരുകാര് സ്വരാജിനെ ഏറ്റെടുക്കുവോ തള്ളിക്കളയോ എന്ന് എന്റെ ചോദ്യം. തള്ളിക്കളയും. എന്തുകൊണ്ടാ? LDF ഭരണം വളരെ മോശമായതുകൊണ്ട് ഇവിടെ സ്വരാജ് തോൽക്കാനാണ് സാധ്യത. എന്തുകൊണ്ടാ സ്വരാജ് തോൽക്കാൻ സാധ്യത എന്ന് പറയുന്നത്? എന്താ വെച്ചാൽ ഇവിടെ പിണറായിന്റെ ഭരണം അത്ര മോശമാണ്. ഇവിടെ പെൻഷനായാലും ഇവിടെ വന്യമൃഗ പ്രശ്നങ്ങളായാലും ഒന്നിലും സർക്കാർ ഇടപെടുന്നില്ല. അതുകൊണ്ട് ഇവിടെ സ്വരാജ് തോൽക്കാനാണ് സാധ്യത. വലിയ പ്രതീക്ഷയിലാണ് ശരിക്കും സ്വരാജിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഇടതുപക്ഷം അല്ലേ? സ്വരാജിനെ നിങ്ങൾ ഏറ്റെടുക്കുവോ തള്ളിക്കളയോ എന്ന് എന്റെ ചോദ്യം. തള്ളിക്കളയും, വളരെ കൂടുതലായിട്ട് തള്ളിക്കളയും. നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഒരു 9 വർഷമായിട്ട് നമുക്ക് ഭരണമില്ലാത്ത കാലഘട്ടത്തിലും പാവപ്പെട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഫുൾ ടൈം ഭരണമില്ലാത്ത കാലത്ത് ഫുൾ ടൈം നിന്ന ആളാണ്. സ്വരാജ് പറഞ്ഞ വ്യക്തി പൂത്തലുകാരനാണ്. അവർ നമ്മളിവിടെ പ്രളയം ഒന്നും കാലഘട്ടങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. ബാപ്പുട്ടി എന്ന് പറഞ്ഞാൽ എനി ടൈം എന്ത് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ബാപ്പുട്ടി ഓൾറെഡി വരുന്ന ആളാണ്. പിന്നെ നമുക്ക് എങ്ങനെ അവരെ സ്വരാജിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരിക്കലും. അവർക്ക് പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് കിട്ടും, വേറൊരു വോട്ട് കിട്ടില്ല. ഞങ്ങൾ വളരെ കൂടുതൽ ജയിച്ചു നിൽക്കുക, എല്ലാം കൊണ്ട് ഫുൾ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, സ്വരാജിനെ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ തീർച്ചയായും തള്ളിക്കളയും. എന്തുകൊണ്ടാ? 2018 19 പ്രളയകാലത്തോ അതിൽ കവളപ്പാറ ഉരുൾപൊട്ടൽ സമയത്തോ ഒരു ജനകീയനായി ജനങ്ങളെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സ്വരാജിനെ അവിടെ ആരും കണ്ടിട്ടില്ല. സ്വരാജിനെ 1-2 ഫോട്ടോഷോപ്പിൽ മാത്രമേ അവിടെ കാണാൻ പൊതുജനത്തിന്. സ്വരാജിന്റെ വീട് എവിടെയാണ് ശരിക്കും? ശരിക്കും സ്വരാജ് പോത്തലുകാരനാണ്, തദ്ദേശവാസി തന്നെയാണ് സ്വരാജ്. എങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊന്നും സ്വരാജിനെ പൊതുജനങ്ങൾ കാണാൻ ഇടയായിട്ടില്ല. തീർച്ചയായും സ്വരാജിനെ നിലമ്പൂർ ജനത പൂർണ്ണമായും തള്ളിക്കളയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒറ്റയ്ക്ക് കയറ്റാനുമില്ല ഇറക്കാനുമില്ല. താങ്കളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അതൊക്കെ ജനങ്ങളെ തീരുമാനിക്കുന്നതാണ്. താങ്കളുടെ അഭിപ്രായം ചോദിക്കാം, ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചില്ല. എൻ്റെ സ്വന്തം അഭിപ്രായം കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. സാധ്യത കുറവാ? എന്തുകൊണ്ടാ? അത് അത്രയൊരു നമ്മുടെ നിലമ്പൂർ അത്രയൊരു ജനസമ്മതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വരാജിന്. എന്തുകൊണ്ടാ ജനസമ്മതി ഇല്ലാന്ന് തോന്നുന്നേ? പുള്ളി അങ്ങനെ ഇവിടെ കൂടുതൽ ഇറങ്ങി ഒരു പ്രവർത്തനമായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണോ ജനസമ്മതി ഇല്ലാന്ന് പറയും? അതെ, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചാലേ ജനസമ്മതി ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ കുറയും. പറയാനാണ് സാധ്യത. സുരാജിനെ നമ്മൾ ഏറ്റെടുക്കില്ല. എന്തുകൊണ്ടാ ഏറ്റെടുക്കില്ല എന്ന് പറയുന്നത്? നമ്മൾ അതിലല്ല വിശ്വസിക്കും, വേറെയാണ്. ഏതിലാണ് വിശ്വസിക്കുന്നത്? നമ്മള് മറ്റേ സൗഖ്യത്തിന്. ഓക്കെ. കാരണം ഇവിടെ ഇപ്പോൾ ഒരു ആവശ്യമില്ലാത്തൊരു ഇലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഉള്ള പ്രതിഷേധമുണ്ട്. അതിനപ്പുറത്തേക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറെ ഉണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും. അതുകൊണ്ട് സൗഖ്യത്ത് ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇല്ല, 9 വർഷമായിട്ട് ഇവിടെ LDFന്റെ പ്രതിനിധിയായിട്ട് അൻവറായിരുന്നു. അപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നത്തിലാണ് അൻവർ രാജിവെച്ചത്. അപ്പൊ ഇനി ഒരു പുതിയൊരു മാറ്റം വരട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. സ്വരാജ് എന്നല്ല, എല്ലാ പാർട്ടികളും പ്രതീക്ഷയോട് കൂടിയല്ലേ മത്സരിക്കണം. സ്വരാജിനെ നിങ്ങൾ നിലമ്പൂരുകാര് ഏറ്റെടുക്കോ കൈവിടുമോ എന്ന് എന്റെ ചോദ്യം. എങ്ങനെ ഏറ്റെടുക്കുക? കാരണം സ്വരാജ് കാരണം എങ്ങനെ നമ്മൾ അറിയപ്പെടുന്നു? ഇപ്പോഴാണ് ഈ പാർട്ടി ഇതിൽ വന്നോണ്ടല്ല, മറ്റേ മീഡിയയിലും പിന്നെ ഇതിലൊക്കെ അല്ലേ സ്വരാജിനെ അറിയുള്ളൂ. അല്ലാത്തൊരു കോലത്തിൽ സ്വരാജിനെ അറിയണല്ലേ നമ്മൾ. അതല്ലേ സത്യം? അത് നിങ്ങൾ പറയണം, ഞാൻ പറയുന്നില്ല. അതാണ് സത്യം, ഞാനതാ പറഞ്ഞത്. സ്വരാജ് ഇപ്പൊ ഈ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ LDF UDF ഉള്ള മത്സരത്തിന്റെ പ്രധാന ഭാഗം തന്നെയാണ്. അതില് നമുക്കെന്ന് വെച്ചാൽ ഇന്നൊരു ജയിക്കുമെന്ന് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. മത്സരം ടൈറ്റാണ്. UDFന്റെ മേഖലയാണ്, മണ്ഡലമാണ്. അതുകൊണ്ട് അവർക്ക് ആ പ്രതീക്ഷ ഉണ്ട് നിൽക്കുന്നുണ്ട്. സ്വരാജിന് എത്രത്തോളം പ്രതീക്ഷ ഉണ്ടാവും? പ്രതീക്ഷ പറഞ്ഞല്ലോ, UDFന്റെ മണ്ഡലം എന്ന നിലക്കുള്ള ഒരു സ്വരാജ് അവർക്ക് അവതരിപ്പിക്കാൻ പറ്റിയ നല്ല കാൻഡിഡേറ്റാന്ന് നമുക്ക് പറയാം. ഓക്കെ, സ്വരാജിനെ കുറിച്ചുള്ള നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.